ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പുതിയൊരു യാത്ര പെട്ടെന്നായിരുന്നു. ഞാനങ്ങനെ ചാലക്കുടിയിൽ നിന്ന് നേരെ പാലക്കാടേക്ക് ബസ് കിട്ടിയപ്പോൾ വന്നിറങ്ങി നേരെ പാലക്കാട് സ്റ്റാൻഡിന് കാണുന്നതാണ്. നമ്മൾ പുറകിൽ പാലക്കാട് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ രാത്രി 10 മണി കഴിഞ്ഞു, 11:30 ആവണം. കേട്ടാ, അവിടെ കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കേട്ടാ, ഭിത്തിയിൽ കുറേ സുഹൃത്തുക്കൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വയസ്സായവരുണ്ട്, യാത്രക്കാരുണ്ട്, ബസ്സിൽ പോകാൻ പറ്റാത്ത യാത്രക്കാർ ഇഷ്ടം പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി തിരിച്ച് നമസ്കാരം. വാളയാറത്തിന് മുന്നുള്ള സിഗ്നൽ അവിടെ നമ്മുടെ വണ്ടി നമ്മൾ പോകാൻ ആരംഭിക്കാൻ പോകുന്ന വണ്ടിയാണ്. ഇതിനാണ് നമ്മുടെ ഇന്ന് യാത്ര ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ചാലക്കുടി മാളയിലുള്ള വണ്ടിയാണ്. അങ്ങനെ യാത്ര ആരംഭിച്ച് രാത്രിയിലത്തെ ഡ്രൈവിങ് ഞാനായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ പകൽ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായ ഡ്രൈവർ എണീറ്റ് വണ്ടി ഓടിച്ചത്. അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം മേട്ടൂർ ഡാമിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. മേട്ടൂർ ഡാമിലേക്ക് എത്താറായിട്ട് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മേട്ടൂർ ഡാമായി. അങ്ങനെ നമ്മൾ തമിഴ്നാട് മേട്ടൂർ ഡാം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് ലോഡ് കയറ്റി നേരെ തമിഴ്നാട് നേരെ മേട്ടൂർ, തമിഴ്നാട് മേട്ടൂർ വഴി കൂടെ നേരെ തൊപ്പൂര് നേരെ ബാംഗ്ലൂർ നേരെ ബോംബെക്കാണ് നമ്മുടെ ലോഡ്. അങ്ങനെ നമ്മൾ അതിമനോഹരമായ കാലത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള മലകൾ കണ്ട. ഈ വീടിന് തൊട്ട് പുറകിലായിട്ട്, വീടുകൾക്ക് തൊട്ട് പുറകിലായിട്ട് നല്ല സീനറിയിൽ നല്ല മഞ്ഞുണ്ട് കേട്ടോ. അത് നല്ല തണുപ്പുണ്ട് കാലത്ത് തന്നെ. അങ്ങനെ കാലത്ത് ഞാൻ എണീക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് വളരെയധികം നേരിട്ട് കാണാൻ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണത്. നമ്മൾ ഒരുപാട് വണ്ടികൾ ഇതിലെ കിലോമീറ്റർ കുറവായതിനെ കൊണ്ട് മേട്ടൂർ വഴി കടന്നു പോകുന്നുണ്ട്. പിന്നെ ശങ്കിരി വഴി അങ്ങനെ ആ വഴി കൂടെയും വരുന്നുണ്ട്. പക്ഷേ കിലോമീറ്റർ കുറവ് ഈ വഴിയാണ്. ഈ വഴി നല്ല വഴിയാണ്. കണ്ട, ടാറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല വഴിയാണ്. അതായത് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എളുപ്പ വഴിയാണ്. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കുറവാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള കൃഷിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു വഴിയാണ്, റോഡാണ്. പണ്ട് നമ്മൾ ഈ വഴി ചെറുതായിരുന്നു, ഇപ്പോൾ ഒത്തിരി കൂടി വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല യാത്രാസുഖമൊക്കെ ഉണ്ട്. നമ്മൾ മേട്ടൂർ ഡാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ പവർ സ്റ്റേഷനും പിന്നെ സിമെൻറ്റ് കമ്പനിയും കൂടിയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സാരഥി ഓടിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും നിർത്തിയൊന്ന് ഫ്രഷൊക്കെ ആവണം. അപ്പോൾ കുറച്ചും കൂടി ഓടി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. വണ്ടി ഇപ്പോൾ നേരെ നമ്മളെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മേട്ടൂർ ഡാമാണ് ഈ കാണുന്നത്. മേട്ടൂർ ഡാം അതിമനോഹരമായ കാഴ്ചയാണ് പുലർക്കാല സന്ധ്യയിൽ നമ്മൾ കാണുന്നത്. ഇന്ന് ഞായറാഴ്ച കൂടിയാണ്. ഞായറാഴ്ചയിൽ നമ്മൾ കാലത്ത് വെളുപ്പിന് 6:45 ഉള്ള വീഡിയോ ആണ്, ഈ വിഷയമാണ് കാണുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നു. അതേപോലെ തന്നെ ഞായറാഴ്ച ചിക്കനും മട്ടനും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ദിവസം ഞായറാഴ്ച തമിഴ്നാട്ടിൽ. മട്ടൻ ഈ ഇടത് സൈഡിൽ ഈ കാണുന്നതൊക്കെ മട്ടനാണ്. മട്ടൻ്റെ ഒരുപാട് കടകളുണ്ടായിരുന്നു, ഞാനത് കുറച്ച് പിടിച്ചുള്ളൂ. ഒരുപാട് കടകൾ മട്ടൻ തന്നെ. നമ്മുടെ കേരളത്തിലൊന്നും മട്ടൻ്റെ ഇങ്ങനത്തെ കച്ചവടങ്ങൾ വഴി റോഡ് സൈഡിലില്ല. കണ്ടോ, മട്ടൻ ഞാട്ടിയിട്ടാണ്. കണ്ടോ, ഫ്രഷ് മട്ടനാണ് ഇവിടെ കാലത്ത് തന്നെ കച്ചവടം കൂടുതൽ നടക്കുന്നത്. പവർ ഹൗസിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്, ATM കൗണ്ടറും ഈ ഭാഗങ്ങളൊക്കെ പവർ ഹൗസിൻ്റെ ഒരു എസ്റ്റേറ്റ് ആയിട്ട് ഡാമിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നല്ല കാലത്ത് തന്നെ ചായ കുടിക്കാനും ഇതൊക്കെ ഒരുപാട് വണ്ടിക്കാർ നിർത്താറുണ്ട്. ഞായറാഴ്ച ആയ കാരണം കൊണ്ട് മാത്രം വണ്ടികൾ കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ തിരക്കും കുറവാണ്. നമ്മൾ ഈ കയറി ചെല്ലുന്ന വഴിയായ നേരെ പവർ ഹൗസ്, മേട്ടൂർ പവർ ഹൗസ് എന്ന് പറയും. കറണ്ട് ഉൽപ്പാദനത്തിൻ്റെ തൊട്ടടുത്തുള്ള കമ്പനിയാണ്. അവിടേക്ക് നമ്മൾ കയറി ചെല്ലും. അതിൻ്റെ പുകക്കുഴലൊക്കെയാണ് ആ കാണുന്നത്. നേരെ കമ്പനിയുടെ അവിടെ അകലേ കാണാണ്ട കമ്പനി കണ്ട ആ കാണുന്നതാണ് നമ്മുടെ പവർ ഹൗസിൻ്റെ ഭാഗങ്ങളൊക്കെ. പിന്നെ അവിടെ അതേപോലെ തന്നെ സിമെൻറ്റ് ഫാക്ടറിയും കൂടി ഉണ്ട്. അതിൽ നമുക്ക് കൺഫ്യൂഷനാവും. പലപ്പോഴും ഞാനിതിൽ വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് പവർ ഹൗസ് പിന്നെ സിമെൻറ്റ് വണ്ടികളവിടെ കയറ്റാൻ കിടക്കേണ്ട അത് എവിടെയാണെന്ന് നമുക്കൊരു പെട്ടെന്നൊരു പിടുത്തം കിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും. സിമെൻറ്റ് വണ്ടികൾ ഒരുപാട് വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് സിമെൻറ്റ് കമ്പനി ഉണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു. അത് വേറൊരാൾ പറഞ്ഞപ്പോഴാണ് നമ്മളത് ഒരുപാട് വണ്ടികൾ കിടക്കണപ്പോഴാണ് നമ്മൾ ചോദിച്ചത്.
അങ്ങനെ നമ്മൾ മേട്ടൂർ വഴി കൂടെ നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ കുറച്ചാണ് നീങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ചായ കുടിക്കാൻ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ബൾക്കർ കിടക്കുന്നുണ്ട്. ബൾക്കർ കിടക്കുന്ന നേരെ കിടക്കുന്ന വണ്ടികളൊക്കെ നേരെ സിമെൻറ്റ് കെട്ടാൻ വേണ്ടി പോകുന്ന വണ്ടികളാണ്. ഒരുപാട് വണ്ടികളുണ്ട്. ഞായറാഴ്ച ആയാലും കമ്പനി മുടക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ കാണുന്നതാണ് പവർ ഹൗസ്. നേരെ ഈ പൊക്കക്കോളിൽ പോകുന്ന ഭാഗമാണ് കമ്പനി പവർ ഹൗസിൻ്റെ. വലിയ പവർ ഹൗസാണ് കേട്ടോ. അല്ല, നല്ല വിശാലമായി കിടക്കുന്ന പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഈ ഡാമിനോട് ചേർന്ന് ഇവിടെയൊക്കെ ഒരുപാട് നല്ല വിശാലമായിട്ട് ആൾ താമസമില്ലാത്ത പറമ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെതുവാ കാലത്ത് തന്നെ മുന്നോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള നിശ്ചലമായിട്ടുള്ള ഞായറാഴ്ച തിരക്ക് കുറവായിട്ടുള്ള അതിൻ്റെ വീഡിയോ ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന വീടുകൾ നമ്മുടെ എസ്റ്റേറ്റ് പോലത്തുള്ള ഓരോ താമസക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ചോദിച്ചില്ല അതിനെക്കുറിച്ച്. ഇതാണ് പവർ ഹൗസ്. പവർ ഹൗസിൻ്റെ ഉൾഭാഗമാണ് ഇത്. ഈ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കയറി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ നമുക്ക് പവർ ഹൗസിൻ്റെ അത്ര ഭാഗങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടി നിർത്തിയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരെ വണ്ടി ഫുഡ് വെക്കണം, ഭക്ഷണം വെക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ തൊപ്പൂർ പാർക്കിങ്ങാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിത്തിരക്കിൽ വന്ന് പെട്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ തൊപ്പൂർ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം വെക്കാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യണം വരുന്നത്. അതിനുവേണ്ടി ഞങ്ങളോട് നിർത്തി. അങ്ങനെ ഒരുപാട് ഞായറാഴ്ച ഒരുപാട് വണ്ടികൾ അവിടെ കിടക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വെച്ച് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും തൊപ്പൂരിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർ ഹൊസൂർ റോഡിലേക്ക് കയറി. അങ്ങനെ കൃഷ്ണഗിരി ഭാഗത്തേക്ക് നമ്മൾ തൊപ്പൂർ കയറ്റം കയറിക്കൊണ്ടിരിക്കണം. കൃഷ്ണഗിരി ഭാഗത്തേക്ക് നമ്മൾ പയ്യെ മെതുവാ ചലിച്ചുകൊണ്ടിരിക്കണം. അതിമനോഹരമായ കഠിനമായിട്ടുള്ള ഡേഞ്ചറുമായിട്ടുള്ള ഇറക്കമാണ് ശരിക്കും ഡേഞ്ചറായിട്ട് വരുന്നത്. കയറ്റവും നമുക്ക് വണ്ടി കയറുന്നതനുസരിച്ച് തന്നെ ഈ വലി മുട്ടുകയും വളരെയധികം സ്ലോ ആവുകയും ചെയ്യുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ അത് വലിയ ഡേഞ്ചറില്ല. ഈ ഇറക്കം ഇറങ്ങി വരുന്നത് വണ്ടികൾക്ക് വളരെയധികം ഡേഞ്ചറുള്ള. റൈറ്റ് വലത് സൈഡിൽ വണ്ടികൾ ഇഷ്ടം പോലെ ആക്സിഡൻ്റ് ആയിട്ടുള്ള അത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ബ്ലോക്കിൽ കിടന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് കുരങ്ങന്മാരുള്ള കാടുണ്ടാവും. എപ്പോഴും റോഡിൽ കുരങ്ങന്മാരൊക്കെ റോഡിൽ വന്ന് നിൽക്കും. നമ്മൾ വണ്ടിയുടെ ഗ്രില്ലൊക്കെ അടയ്ക്കേണ്ട പുറത്തേക്ക് ഇറങ്ങിയ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾക്ക് എടുത്തിട്ട് പോകും ഈ കാട്ടിൽ. അപ്പോൾ അങ്ങനെ കുരങ്ങന്മാരുടെ ഏരിയയാണ് നമ്മൾ ഈ തൊപ്പൂർ കാട്. ഞങ്ങൾ പയ്യെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാംഗ്ലൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ ചെറിയൊരു തണുപ്പ് കിട്ടും. അതുവരെ നല്ല ചൂടായിരിക്കും. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇങ്ങനെ പോയി. ഈ കയറ്റം കയറി തീരാൻ തന്നെ ഇത്തിരി സമയം പിടിക്കും. ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയം പിടിക്കും. കാരണം ലോഡ് വണ്ടി ഈ കയറ്റങ്ങൾ കയറി ഇറങ്ങുമ്പോൾ സമയം